നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവർ പറയുന്നൊന്നുമല്ല, ആ മാഡത്തിന് ഏറ്റവും യോജിക്കുന്നത് ദേ ആ പിങ്ക് സാരിയാ. എന്നാ പിന്നെ നിനക്കങ്ങ് പറഞ്ഞൂടെ? അയ്യോ വേണ്ട, ഞാനില്ല. നീ അതെടുത്ത് കാണിച്ചു കൊടുക്ക്. അത് വേണോ? അതൊന്ന് ദേഹത്തെടുത്ത് വെച്ചു കൊടുക്കുമ്പോ അത് മതിയാവും. നീ ചെല്ല്. ഈ സാരിയാ മാഡത്തിന് ഏറ്റവും ചേർച്ച. How dare you touch me? ഒരു വേലക്കാരി എന്റെ ദേഹത്ത് തൊടുകയോ? എന്താടി കാണിച്ചേ? നിന്നോട് ആരാടി ഇത് തൊടാൻ പറഞ്ഞ? ആ പത്മ, ജോലിക്കാരി നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം. ഈ കാര്യത്തിൽ ഇവളെന്തിനാ അഭിപ്രായം പറയുന്നേ? പ്രശ്നം വഷളാക്കണ്ട. ആ കുട്ടി നല്ലതെന്ന് തോന്നിയത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്നെ ടച്ച് ചെയ്തു, എനിക്കത് പ്രശ്നമാണ്. പോട്ടെ മോളെ, ക്ഷമിക്കേ. സോറി കേട്ടോ, ഈ നാട്ടിൻപുറത്തുകാരുടെ വിവരമില്ലായ്മയാ. നമുക്ക് നോക്കാം. നോക്കിയേ, സൂര്യ, ഇവരെല്ലാരും ഓരോ നിറങ്ങൾ എന്റെ ദേഹത്ത് വെച്ച് നോക്കി. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ബിക്കോസ് എനിക്കുള്ള കല്യാണ പുടവ സെലക്ട് ചെയ്യേണ്ടത് സൂര്യ. ഈ കൂട്ടത്തിൽ നിന്നും സൂര്യ ഏത് പുടവയാണോ സെലക്ട് ചെയ്ത് തരുന്നത്, അതാണ് എന്റെ കല്യാണ പുടവ. പ്ലീസ് സെലക്ട്. താങ്ക് യു. നോട്ട് ഗുഡ്. Yes. This is my selection. ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ്. സോ ഇതാണ് തന്റെ കല്യാണപ്പടവ്.
ഓക്കെ അച്ഛാ. ഓക്കെ അങ്കിൾ, കാണാം. ബൈ. മിത്രയെ ജയിക്കാൻ ഒരാളും വളർന്നിട്ടില്ല. അതിന് ഞാൻ അനുവദിക്കേയില്ല. അച്ഛാ, എന്താ ഇവിടെ വന്നിരിക്കുന്നെ? ഒന്നുമില്ല മോളെ, നീ ഇവിടെ ഇരിക്കെ. ഒരുപാട് വേദനിച്ചു നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാ. അവർക്ക് നമ്മളെ എന്തും ചെയ്യാം, ചീത്ത പറയാം, തല്ലാം. വേറെ എവിടെയെങ്കിലും ആയിരുന്നേ ഇത്ര ആളുകളുടെ മുമ്പിൽ നീ നാണം കെട്ടി നിൽക്കാൻ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ സാറിനെ ഓർക്കണ്ടേ? സാറ് നമുക്ക് തരുന്ന അന്നം ഓർക്കണ്ടേ? അച്ഛൻ അതൊന്നും കാര്യാക്കണ്ട. എന്റെ ഭാഗത്തും തെറ്റുപറ്റി. ഞാൻ ആ സാരി തൊടാൻ പാടില്ലായിരുന്നു. സുമചേച്ചി ഒരുപാട് നിർബന്ധിച്ചോണ്ടാ ഞാനത് എടുത്തു കൊടുത്തത്. അതിങ്ങനെ ആവുമെന്ന് കരുതിയില്ല. അവരെന്താ കരുതിയിട്ടുണ്ടാവുമെന്നറിയോ? വിലപിടിച്ച വസ്ത്രങ്ങളൊക്കെ കണ്ടപ്പോ അതെടുക്കാനും ഉടുക്കാനും ഒക്കെ മോൾക്ക് കൊതി തോന്നിക്കാണുമെന്ന്. നിന്നെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ലല്ലോ. കുടുംബത്തിനു വേണ്ടി നീ നിന്റെ ആഗ്രഹങ്ങൾ അടക്കിയിരിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. അച്ഛാ, സൂര്യസാറിന് വേണ്ടി എടുത്ത മോതിരയില്ലേ, അതിന് നമുക്ക് കൊടുക്കണ്ട. ഇന്ന് ഈ വീട്ടിൽ വെച്ച് മിത്ര മാഡത്തിന്റെ ദേഹത്ത് ഞാനൊന്ന് തൊട്ടത് കുറച്ചിലായിട്ട് അവർ കാണുന്നത്. അപ്പോ വിവാഹ മണ്ഡപത്തിൽ കയറി സൂര്യസാറിന്റെ വിരലിൽ മോതിരം ഇട്ട് കൊടുക്കുന്നത് എത്ര വലിയ കുറ്റമായിരിക്കും. നമുക്ക് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാം. എന്നിട്ട് നമ്മൾ കണ്ടൊരു ദുസ്വപ്നം പോലെ ഇതങ്ങ് മറന്നു കളയാം. അത് മതി അച്ഛാ. ശരിയാ മോളെ. സൂര്യ സാറിന് യതീന്ദ്ര സാറിന് നമ്മളോട് വലിയ സ്നേഹമാ. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. സൂക്ഷിക്കേണ്ട നമ്മൾ സൂക്ഷിച്ചല്ലേ പറ്റൂ. നാളെ രാവിലെ ഇവിടുന്ന് എല്ലാരും ഇറങ്ങും. നാളെ പാർട്ടിയാ. വിവാഹം കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമുക്ക് യാത്ര പറഞ്ഞു പോവാം. പിന്നെ സത്യം പറഞ്ഞ പിള്ളേരുടെ കാര്യം ആലോചിച്ച് ഇവിടെ നിന്നിട്ട് കാലുറക്കുന്നില്ല. ശരിയാ മോളെ. മാലവി,